ഹലോ, അഭയഗാർഡന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് നമ്മുടെ അഭയഗാർഡനിൽ ലോഡ് വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാൽപീജിന്റെ വെറൈറ്റീസും അതേപോലെ വിച്ച് മെരിഗോൾഡിന്റെ വെറൈറ്റീസ്, ഫൈക്കസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വിത്ത് ബാക്ക് സൈസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അഭയഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി, അങ്കമാലി, ആലുവ നാഷണൽ ഹൈവേയിൽ കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അഭയഗാർഡൻ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ നമ്മുടെ നഴ്സറി ഓപ്പൺ ആണ്. സൺഡേയും കൂടെ വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സിൻ്റെ ലോഡ് 4-ാം തീയതി ഈ ബുധനാഴ്ച ഒരുപാട് വെറൈറ്റീസ് ആണ് വരാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും അറിയാം ഓണാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സ് ആണ് നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ലോഡ് ഇറക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റീസ്, റോസിൻ്റെ വെറൈറ്റീസ് നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഈ ഒരു ഓണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാക്സിമം വരിക, അഭയഗാർഡനിലോട്ട് വരിക. ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് ഉണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ്, റോസ് മാത്രമല്ല ജർബറ തുടങ്ങി ഡയാന്തസ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിൽ ബുധനാഴ്ച ലോഡ് വരുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൈസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഇതിൽ ഓരോന്നിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിലും കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും തൈകൾ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓണത്തിന് എല്ലാ വീടുകളിലും ചെടി വെക്കണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ മാക്സിമം പ്രൈസ് റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്ലാന്റ്സ് നമ്മൾ അഭയഗാർഡനിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വരിക, നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ കൂടാതെ മിനിമം 2500 രൂപയുടെ പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട്. കൂടാതെ 10,000 എബവ് എടുക്കുന്നവർക്ക് നമുക്ക് വീട്ടിലോട്ട് തന്നെ നമുക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് കൊണ്ടുവന്ന ആളുകൾക്കാണ് നമ്മൾ ഈ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് ഇവിടുത്തെ എന്താണോ പ്രൈസ് ആ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. ഡെലിവറിക്ക് സെപ്പറേറ്റ് ചാർജ് ഒന്നുമില്ല. ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ്. പിന്നെ ഡിസ്കൗണ്ട് മറക്കണ്ട, ഓരോ 1000 രൂപയുടെ പർച്ചേസിനും എല്ലാവർക്കും 10% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ മാക്സിമം വെറൈറ്റി കളക്ഷൻസ് ആണ് നമുക്ക് ഇപ്രാവശ്യം ലോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫൈക്കസ് പാണ്ട, അതായത് പാണ്ട ഫൈക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോൾഡൻ ലീഫ് ഉള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഫൈക്കസ് പാണ്ട എന്ന് പറഞ്ഞത്. ഇതിൽ നമുക്ക് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ നഴ്സറിൽ. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് നമുക്ക് 3 കാറ്റഗറിയിലാണ് സൈസ് വരുന്നത്. 13 കവർ സൈസ് ഉണ്ട്, 21 കവർ സൈസ് ഉണ്ട്, 25 കവർ സൈസ് ഉണ്ട്. അപ്പോൾ ഈ 20 ഇത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ബൗൾ ഷേപ്പിൽ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പോളി ബാഗിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 25 കവർ സൈസാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2500 ആണ് ഫൈക്കസ് പാണ്ടയുടെ 25 കവർ സൈസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 21 കവർ സൈസ് ഉള്ളത് 1000 റുപ്പീസും 13 കവർ സൈസ് ഉള്ളത് 250 റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഈ മേരി വിച്ചി ഗോൾഡ് എന്ന് പറഞ്ഞത്. വിച്ചി മേരി ഗോൾഡ് എന്ന് പറയും, മേരി വിച്ചി ഗോൾഡ്, അങ്ങനെ പല പേരിലാണ് ശരിക്കും ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് അരേക്കട ഫാമിലി പെട്ട ഒരു പ്ലാന്റാണ്, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബേസിക് പ്ലാന്റ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഈ ഒരു കവർ സൈസാണ്. 18 കവർ സൈസിലിരിക്കുന്ന വിച്ചി മെരിഗോൾഡിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് 1250 രൂപക്കാണ് 18 കവർ സൈസ് കൊടുക്കുന്നത്. ഇതിൻ്റെ അടുത്ത കവർ സൈസ് 21 കവർ സൈസ് ബിഗ് സൈസ് പ്ലാന്റ് ഉണ്ട്, 2500. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത സൈസ് വരുന്നത് 25 കവർ സൈസ് വരുന്ന ഒരു മീഡിയം പ്ലാന്റ് വരുന്നത് 6000 റുപ്പീസിൻ്റെ. കൂടാതെ ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ള വിച്ച് മെരിഗോൾഡിൻ്റെ ജംബോ സൈസ് പ്ലാന്റ്. ഈ ജംബോ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് 30 കവർ സൈസ് വരുന്നത്. ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു 10 ഫീറ്റോളം 10 to 12 ഫീറ്റോളം ബുഷായിട്ടുള്ള ഇതിൻ്റെ ഏകദേശം മദർ പ്ലാന്റ് തന്നെ പറയാം. അത്യാവശ്യം സീഡായി തുടങ്ങാറായിട്ടുള്ള ഒരു പ്ലാന്റാണ് വിച്ച് മെരിഗോൾഡിൻ്റെ ബിഗ് സൈസ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കോസ്റ്റ് വരുന്നത് 15,000 ആണ്. 15,000 രൂപയുടെ പ്ലാന്റ്സുകളാണ് ഇഷ്ടം പോലെ നമ്മുടെ നഴ്സറിയിൽ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇതൊക്കെ വിച്ചി മെരിഗോൾഡിൻ്റെ സൈസുകളാണ്. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഇപ്പോൾ കോമൺ ആയിട്ട് പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വെക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ടെർമിനാലിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. ടെർമിനാലിയയുടെ നമുക്കുള്ള 2 വെറൈറ്റീസാണ് നമ്മളതിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഗേറ്റഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ഉണ്ട് നമ്മളതിൽ. അപ്പോൾ ഗ്രീനിൻ്റെ ജംബോ സൈസ് എന്ന് പറഞ്ഞത് നമുക്ക് ഈ സൈസാണ്. ഇത് ഏകദേശം 15 ഫീറ്റോളം ഹൈറ്റുള്ള ഒരു 15 to 20 ഫീറ്റിൻ്റെ അടുത്ത് ഹൈറ്റുള്ള
30 കവർ സൈസ് ഇരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റ്. നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കാണാം. അത്യാവശ്യം നല്ല സ്റ്റെമ്മ് തിക്നെസ് ഉള്ള കൂടുതൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9-10ഓളം സ്റ്റെപ്പുള്ള ഈ തട്ട് പിരിഞ്ഞിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളിൽ സ്റ്റോക്കുള്ളത്. ഇത് നമ്മൾ കൊടുക്കുന്നത് 6000 റുപ്പീസിനാണ് 30 കവർ സൈസ് കൊടുക്കുന്നത്. 21 കവർ സൈസ് നമുക്ക് വരുന്നത് 1000 റുപ്പീസ്, ജസ്റ്റ് 1000 രൂപ മാത്രമേ ഉള്ളൂ. നമുക്കത് കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ 15-16 കവർ സൈസ് ഉണ്ട്. അത് നമുക്ക് വരുന്നത് 500 റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഗ്രീൻ കളറാണ്, വിച്ച്മേരി ഗ്രീൻ എന്നതിന് പറയാം. ഇത് നമുക്ക് സൈസ് വരുന്നത് 2 സൈസിലാണ് അവൈലബിൾ. 21 കവർ സൈസ് ഉണ്ട്. 1350 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബിഗ് സൈസ് 30 കവർ സൈസ് വരുന്നത് നമുക്ക് കോസ്റ്റ് വരുന്നത് ഇത് ഏകദേശം 3500 റുപ്പീസിനാണ് വിച്ച്മേരി ഗ്രീന് നമ്മൾ ബിഗ് സൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കലാത്തിയൽ ഊട്ടിയ, ഈ കലാത്തിയൽ ഊട്ടിയ എന്ന് പറഞ്ഞതിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മളിലുള്ളത് 4 സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 4 സൈസിൽ നമുക്ക് ബേസിക് പ്ലാന്റ് നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് 100 റുപ്പീസിൻ്റെ ആണ് നമുക്കിതിൽ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു 4 to 5 ഫീറ്റോളം ഹൈറ്റ് ഉള്ള അടുത്ത സൈസ് എന്ന് പറഞ്ഞത് 200 റുപ്പീസ്, 200 രൂപയുടെ പ്ലാന്റ്. പിന്നെ അതേപോലെ തന്നെ ബിഗ് സൈസ് നമുക്ക് സ്റ്റാർട്ട് 500 രൂപ. അതേപോലെ ഷൂട്ട് കൂടുതൽ ഒരു 18 കവർ സൈസ് ഒക്കെ വരുമ്പോൾ നമുക്ക് 1000 റുപ്പീസാണ് കലാത്തിയൽ ഊട്ടിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണിത്. ഫൈക്കസ് ബെഞ്ചമിന ഫൈക്കസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ബ്ലാക്ക് ഫൈക്കസ് എന്നറിയപ്പെടും. അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഇത്. ജംബോ സൈസാണ്. കവർ സൈസ് വരുന്നത് 30 കവർ സൈസാണ്. നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5500. ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് 5500 രൂപക്കാണ്. ഫൈക്കസ് ബ്ലാക്ക് ബെഞ്ചമിന ഫൈക്കസിൻ്റെ ബിഗ് സൈസ് കൊടുക്കുന്നത്. ഇതിൻ്റെ 21 കവർ സൈസ് നമുക്കുണ്ട്. ജസ്റ്റ് 1000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനാലിയ വെരിഗേറ്റഡിൻ്റെ ബേസിക് പ്ലാന്റാണ് നമ്മളതിലുള്ളത്. ഇത് വരുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 5000 റുപ്പീസാണ്. ഏകദേശം ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു 5 അടി 6 അടി പൊക്കമുള്ള പ്ലാന്റ്സുകൾ. ഇതിൽ തന്നെ ഒരു 4 ഫീറ്റ് ഉണ്ട്, 5 ഫീറ്റ് 6 ഫീറ്റ് അങ്ങനെ മിക്സ് ആയിട്ടായിരിക്കുന്നത്. ഒരു 4 തട്ട് 5 തട്ടൊക്കെ ആയി തുടങ്ങുന്ന പ്ലാന്റുകൾ. ഇത് 5000 രൂപയുടെ 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റ് തന്നെ. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാൽപീജിൻ്റെ വെറൈറ്റീസാണ്. മാൽപീജിൻ്റെ 12 ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റാണിത്. ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1500 രൂപക്കാണ്. 1500-നാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ മാൽപീജിൻ്റെ സ്പൈറൽ വെറൈറ്റി, ഈ സ്പൈറൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2500 രൂപക്കാണ് ഈ മാൽപീജിയൻ സ്പൈറൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ നമുക്കിപ്പോൾ കൂടുതൽ കൊണ്ടുപോകുന്നത് ഈ പുതിയ വീടുകളിലും അതേപോലെ തന്നെ നമ്മുടെ ഈ പാർക്കിലോട്ടൊക്കെയാണ് കൂടുതൽ ഈ സാധനം മാൽപീജിയൻ്റെ വെറൈറ്റീസ് പോണത്. കൂടാതെ വളരെ ഡിഫറെൻറ്റ് സൈസുകൾ നമ്മളതിലുണ്ട്. ഈ കാണുന്ന മോഡൽസ് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടില്ല, ഇത് നമ്മുടെ മാൽപീജിയൻ്റെ ജിറാഫി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു എറണാകുളത്തോട്ട് നമ്മൾ ലോഡ് കയറ്റിയിട്ടുണ്ടായിരുന്നതൊക്കെ. ഇത് നമുക്ക് അത്യാവശ്യം കോസ്റ്റ് വരുന്നതാട്ടെ. ഈ ജിറാഫിൻ്റെ ബിഗ് സൈസ് ജംബോ സൈസാണ് 15,000 ഒക്കെ റേഞ്ച് വരുന്നത്. അതേപോലെ തന്നെ ഈ കൊങ്ക, നമ്മുടെ ഈ കൊക്കിൻ്റെ ഷേപ്പിലുള്ള മാൽപീജ ഉണ്ട്. ഇതൊക്കെ ഒരു വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 8500. പിന്നെ അതേപോലെ തന്നെ മാനുണ്ട്, അങ്ങനെ തുടങ്ങി കൂജ, ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് മാൽപീജിൻ്റെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് തരാൻ പറ്റും. അവിടെ അലൊക്കേഷൻ്റെ ബേസിക് പ്ലാന്റ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 250 റുപ്പീസിൻ്റെ ആണ്. അതായത് ഒരു 3-4 അടി പൊക്കമുള്ള പ്ലാന്റുകൾ. ഇതൊക്കെ 250 രൂപ കോസ്റ്റ് വരുന്ന പ്ലാന്റാണ്. പിന്നെ അതേപോലെ ഫോക്സ് ടെയിലിൻ്റെ ലാർജ് സൈസ് വേണ്ടിയൊരു തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഇത് കൂടാതെ നമ്മൾ ഫാമിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഫോക്സ് ടെയിലിൻ്റെ ഇതിൻ്റെ തിക്നെസ്, സ്റ്റെമ്മിൻ്റെ തിക്നെസ് കണ്ടോളൂ. ഇത് കവർ സൈസ് വരുന്നത് 30 കവർ സൈസ്. അപ്പോൾ നമുക്ക് ഈ ഫോക്സ് ടെയിലിൻ്റെ 21 നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 13 16 അതേപോലെ 21 30 ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിലുള്ള ഫോക്സ് ടെയിൽ പാമ്പാണ് നമ്മുടെ നഴ്സറിയിൽ വരുന്നത്. സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് 380 രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതേപോലെ 650, അതേപോലെ 1350 21 കവർ സൈസ്. ഇത് 30 നമുക്ക് റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം 6500 റേഞ്ചിൽ. അത്യാവശ്യം നല്ല സ്റ്റെമ്മ് തിക്നെസ് ഉള്ള ബിഗ് സൈസ് പ്ലാന്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ് കേട്ടോ, നമ്മുടെ എറിത്രീന ക്രിസ്റ്റകാലി. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-20ഓളം പ്ലാന്റ് നമ്മൾ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. കൂടാതെ കോയമ്പത്തൂർക്ക് വരെ നമ്മൾ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എറിത്രീന ക്രിസ്റ്റകാലി ഏകദേശം 25 ഫീറ്റോളം ഗ്രോത്തിൽ വളരുന്ന
ഒരു ഇമ്പോർട്ടഡ് ചൈന ട്രീ ആണ് എറിത്രീന ക്രിസ്റ്റകാലി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞത് റെഡിഷ് ഫ്ലവറാണ്. അപ്പോൾ ട്രോപ്പിക്കലിലും അതേപോലെ തന്നെ സബ് ട്രോപ്പിക്കലിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നമ്മുടെ ക്ലൈമാറ്റിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പ്ലാന്റാണ് എറിത്രീന ക്രിസ്റ്റകാലി. തീർച്ചയായിട്ടും അത്യാവശ്യം കോസ്റ്റ് വരുന്ന പ്ലാന്റാണ്. നമുക്കിപ്പോൾ ഉള്ളത് നമ്മുടെ അത്യാവശ്യം നല്ല സ്റ്റെം തിക്നെസ് ഉള്ള 20 ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റാണ് ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് അവൈലബിൾ 30 കവർ സൈസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നവരാണ്. കാരണം ഇവിടുന്ന് കൊണ്ടുപോയവർക്ക് അറിയാം ഇതിൻ്റെ കോസ്റ്റ് എത്ര എന്നുള്ളത്. ഏകദേശം ഒരു 28,000 രൂപ 28,000 രൂപക്കാണ് എറിത്രീന ക്രിസ്റ്റകാലി എന്ന് പറഞ്ഞ പ്ലാന്റ്. ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലവർ ആയി തുടങ്ങിയതാണ്. ഇനി ഒരു 2 മാസം കൊണ്ട് തന്നെ വീണ്ടും ഫ്ലവർ ആയി തുടങ്ങും. നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 to 15 ഫീറ്റോളം ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ എറിത്രീന ക്രിസ്റ്റകാലിയുടെ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ കൂടാതെ എനിക്ക് തോന്നുന്നു കണ്ട അതിൻ്റെ ഫ്ലവർ മൊട്ട് ബഡ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് കംപ്ലീറ്റ് ബഡ്സ് വന്നു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാന്റാണ് ഈ എറിത്രീന ക്രിസ്റ്റകാലി എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതാണ് നമ്മുടെ യുജീനിയ. നമ്മുടെ സാധാരണ നോർമൽ യുജീനിയ എന്ന് പറഞ്ഞത് റെഡ് ലീഫ് ഉള്ളതുണ്ട്, അതേപോലെ തന്നെ വേരിഗേറ്റഡ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു യുജീനിയ മിനി ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, മറ്റുള്ള യുജീനിയനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞത് ഒട്ടും വലുപ്പമില്ലാത്ത വളരെ നേരമായിട്ടുള്ള ചെറിയ ലീഫാണ് ഈ യുജീനിയ മിനി ഗോൾഡിനുള്ളത്. അപ്പോൾ നമുക്കിത് 10 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഇത് 500 രൂപയുടെ ചെടിയാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള പ്ലാന്റാണ്. സ്ലോ ഗ്രോത്താണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഒരു ഗോൾഡൻ കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗോൾഡൻ കളറായിട്ട് മാറും. നമുക്ക് ഷെയ്പ്പ് ചെയ്ത് നിർത്താൻ പറ്റും. അതാണ് ഈ യുജീനിയുടെ ഒക്കെ ഒരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും റയർ കളക്ഷനാണ് യുജീനിയുടെ. തീർച്ചയായിട്ടും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ലിവർ റെഡ് ഉണ്ട്, വേരിഗേറ്റഡ് ഉണ്ട്, റെഡ് ഉണ്ട്, നാരോ ലീഫ്, അങ്ങനെ തുടങ്ങി ഒരുപാട് യുജീനിയുടെ വെറൈറ്റീസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് മിനി ഗോൾഡ് 500 റുപ്പീസിൻ്റെ. പിന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഒരു ഫെൻസിങ്ങിലോ അതല്ലെങ്കിൽ ഒരു പ്ലാന്റർ ബോക്സിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകൾ കൊണ്ടുപോയി വെക്കുന്ന വളരെ ട്രെൻഡായിട്ടുള്ള പ്ലാന്റാണ് നമ്മുടെ മുറായ എന്ന് പറഞ്ഞത്. മുറായയുടെ ഡോർഫ് വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നതല്ല. ഇതിൻ്റെ കവർ സൈസ് എന്ന് പറഞ്ഞാൽ 13 കവർ സൈസാണ്. അപ്പോൾ ഈ പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇതിൻ്റെ ബേസിക് വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 250 രൂപയുടെ മുറായാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിൻ്റെ 21, 18 കവർ സൈസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് 250 റുപ്പീസിനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാന്റ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരില്ല. കാരണം ആൾമോസ്റ്റ് നമ്മുടെ ഗാർഡനിലൊക്കെ പണ്ട് മുതൽക്കേ ഉള്ളൊരു പ്ലാന്റാണിത്, നമ്മുടെ പെൻഡാനസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പെൻഡാനസിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് നമുക്ക് 50 രൂപയുടെ പ്ലാന്റാണ് ഇപ്പോൾ ഇരിക്കുന്നത് കാണുന്നത് നിങ്ങൾ. ഇത് നമുക്ക് ഏകദേശം നമ്മുടെ നഴ്സറിയിൽ ഒരു 1000-1500 പ്ലാന്റ്സോളം അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റോക്കാണ് നമ്മുടെ നഴ്സറിയിൽ ഇരിക്കുന്നത്. ഇത് 50 റുപ്പീസിൻ്റെ പ്ലാന്റാണ്. അതിൻ്റെ തന്നെ അടുത്ത സൈസ് എന്ന് പറഞ്ഞത് 13 കവർ സൈസാണ്. ഈ 13 കവർ സൈസ് ആകുമ്പോൾ അതിൽ ഷൂട്ട് കൂടുതലുണ്ടാവും. പ്ലാന്റിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം നിങ്ങളെ. ഇത് കണ്ടില്ല, ഇതാണ് 13 കവർ സൈസ്. ഏകദേശം ഒരു 5-6 പ്ലാന്റോളം ഈ ഒരു ഒറ്റ പോളി ബാഗിൽ ഉണ്ട്. അപ്പോൾ പിന്നെ അതല്ല, അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതാണ്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് റീറ്റെയിൽ കൊടുക്കുന്നത് 180 രൂപക്കാണ് നമ്മൾ ഈ പെൻഡാനസിൻ്റെ ഈ ഒരു സൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ കൂഫിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. കൂഫിയയിൽ നമുക്ക് 4 കളേഴ്സാണ്. വൈറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്നുണ്ട്, ലൈറ്റ് പിങ്ക്, അതേപോലെ ഒരു ഗോൾഡൻ കളർ ലീഫിൽ ഒരു പിങ്ക് കളർ വരുന്ന കൂഫിയ നമുക്ക് അവൈലബിൾ. ഇതൊക്കെ നമുക്ക് 8 കവർ സൈസാണ്. സ്റ്റാർട്ടിങ് 30 രൂപയും ഈ ഒരു സൈസ് വരുന്നത് നമുക്ക് 50 രൂപക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെത്തി എക്സോറ, സെമി എക്സോറ എന്ന് പറഞ്ഞ ചെത്തിയുടെ വെറൈറ്റീസിൽപ്പെട്ട ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ സെമി എക്സോറാണ്. ഇതിൽ വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ 13 കവർ സൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 150 റുപ്പീസിനാണ് 13 കവർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇങ്ങോട്ട് വന്ന ഈ സൺഡേ മണ്ടയുടെ വേരിഗേറ്റഡ് ഉണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, 250 രൂപയാണ് ഈ സൺഡേ മണ്ട വേരിഗേറ്റഡ് വരുന്നത്. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്രൂൺ ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ്. അതിൻ്റെ തന്നെ സൺഡേ മണ്ടയുടെ നോർമൽ സാധാ വെറൈറ്റി 100 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ബോൾ അരേളിയ നമുക്ക് ചട്ടികളിലൊക്കെ നല്ല ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റിയ, നല്ല വെയിലടിക്കുമ്പോൾ നല്ല ഗോൾഡ് കളറാവുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ബോൾ അരേളിയ എന്നൊക്കെ പറഞ്ഞൊരു വെറൈറ്റി. 50 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ യുജീനിയുടെ ക്രിസ്റ്റീന ഡോർഫ്, ഇത് നമ്മുടെ ഇത് ഹൈബ്രിഡ് വെറൈറ്റി. നമ്മുടെ സാധാ യുജീനിയ പോലെ ടോളായിട്ട് പോവാതെ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇത് 7 ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ്, 250 രൂപ കോസ്റ്റ് വരുന്ന പ്ലാന്റാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വൈറ്റ് ബാമ്പു. ഒരുപാട് ആളുകൾ എൻക്വയറി ഉള്ള ഒരു പ്ലാന്റാണ്. ഇപ്പോൾ നമുക്ക് കുറേ ദിവസം നമ്മുടെ നഴ്സറിൽ ഈ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ പുതിയ സ്റ്റോക്ക് ഇപ്പോൾ ഇന്നലെ വന്ന പ്ലാന്റാണ്. ഇത് ഇപ്പോൾ കവർ സൈസ് പറഞ്ഞത് നമുക്ക് 15-16 കവർ സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 850 രൂപയാണ്. വൈറ്റ് ബാമ്പു നല്ല ബുഷായിട്ടുള്ളത് കണ്ടില്ലേ,
ഇത്ര തിക്കായിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. 850 രൂപക്കാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, അതാണ് നമ്മുടെ ലോറ പെറ്റല എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ലോറ പെറ്റല നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 50 രൂപ, പിന്നെ അതിൻ്റെ അടുത്ത സൈസ് വരുന്നത് നമുക്ക് 100 രൂപ, പിന്നെ അതേപോലെ തന്നെ 350 രൂപയുടെ പ്ലാന്റ്സും നമുക്ക് അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ അബിയ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറി, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ പെട്ട പ്ലാന്റ്സ് അവൈലബിൾ. അതായത് അതിൻ്റെ സൈസസ്, ഇപ്പോൾ ചെറിയ സൈസ് വേണ്ടിയവരുണ്ട്. അപ്പോൾ ബോർഡറായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറുത് മതിയാവും. അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി ടോളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസ് അവൈലബിൾ ആണ്. അങ്ങനെ പല സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെത്തിയുടെ ഇത് കണ്ടില്ല, മിനിയേച്ചർ ചെത്തി, നമ്മുടെ എക്സോറ വെറൈറ്റി മിനിയേച്ചർ ചെത്തിയുടെ 4 കളേഴ്സ് അവൈലബിൾ. റെഡ് ഉണ്ട്, അതേപോലെ തന്നെ യെല്ലോ കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിങ്ക് കളറുണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്നത് 50 രൂപയാണ്. നമ്മൾ 8-10 കവർ സൈസിലിരിക്കുന്നത് 50 രൂപ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ തന്നെ 13 കവർ സൈസും ഉണ്ട്. അത് നമുക്ക് 100 രൂപയാണ് നമ്മളതിൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ റെങ്കൂൺ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റൽസ്, സിംഗിൾ പെറ്റലല്ല, സിംഗിൾ പെറ്റലിന് ജസ്റ്റ് 50 രൂപ ഉള്ളൂ. ഇത് ഡബിൾ പെറ്റൽസ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു വന്നു, പക്ഷേ നമുക്ക് ആകെ കുറച്ച് പ്ലാന്റാണ് വന്നത്. അത് കംപ്ലീറ്റ് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. ഇപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 300 രൂപയുടെ 9 ഇഞ്ച് പോട്ടിലിരിക്കുന്ന റെങ്കൂൺ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റൽസ് പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ. ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. ഒരു 10-25ഓളം പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ ലൈവായിട്ട് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്ന ഇതാണ് നമ്മുടെ ഷെഫ്ലാറ. ഈ ഷെഫ്ലാറയുടെ തന്നെ 2 വെറൈറ്റീസ് വരുന്നുണ്ട്. ശരിക്കും 3 വെറൈറ്റി ഉണ്ട്. നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റിയത് ശരിക്കും 2 വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഷെഫ്ലാറ ഫാമിലിപ്പെട്ട ഇത് വെരിഗേറ്റഡ് ആണ്. ഈ ഷെഫ്ലാറയുടെ വെരിഗേറ്റഡ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 80 രൂപക്കാണ്. ഈ വെരിഗേറ്റഡ് ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട്. നമുക്ക് ഒരു 60 രൂപ കോസ്റ്റ് വരുന്ന ഷെഫ്ലാറ വെരിഗേറ്റഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ ബോർഡറായിട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റ്സുകളാണ് ഈ ഷെഫ്ലാറ എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ റോസ്മേരിയുടെ സ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ റോസ്മേരിയുടെ സൈസ് വരുന്നത്. ഈ ഒരൊറ്റ സൈസാണ് നമുക്കുള്ളത്. ഇത് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 100 രൂപക്കാണ്. 6 ഇഞ്ച് പോട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ റാഡർ മാച്ചുറ അഥവാ ചൈന ഡോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശരിക്കും ഇപ്പോൾ നന്നായിട്ട് ആളുകൾ കൊണ്ടുപോയി വെക്കുന്ന ഒരു പ്ലാന്റാണ് ഈ റാഡർ മാച്ചുറ ചൈന ഡോൾ. ഈ ചൈന ഡോളിൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി, അതായത് സൈസിൽ ഏത് സൈസ് വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ അവൈലബിളാണ്. ബേസിക് സ്റ്റാർട്ടിങ് വരുന്നത് 100 റുപ്പീസ് മുതൽ, 7 ഇഞ്ച് ബോട്ടിൽ വരുന്ന 100 റുപ്പീസ് മുതൽ 10 ഇഞ്ച് ബോട്ടിലിരിക്കുന്ന 200 റുപ്പീസിൻ്റെ പ്ലാന്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 18 കവർ സൈസ്, ഇതിൻ്റെ കവർ സൈസിൻ്റെ 18 ഇത്രയും ബുഷായ ഈ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കണ്ട, ഇത്രയും ബുഷായിട്ടുള്ള 7 അടി പൊക്കമുള്ള, വെറും ഹൈറ്റ് മാത്രമല്ല വളരെ ട്രെയിൻ ആയിട്ടുള്ള കട്ടി നിർത്തി ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്കിവിടെ കൊടുക്കുന്നത് വെറും 850 രൂപക്കാണ് ഈ 7 അടി പൊക്കമുള്ള ബുഷായിട്ടുള്ള റാഡർ മാച്ചുറ ചൈന ഡോളിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. ക്വാണ്ടിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇതൊക്കെ 850 രൂപ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സൈസ് എന്ന് പറയുന്നത് 21 ഏകദേശം ഒരു 9 അടിയോളം പൊക്കമുള്ള ഈ സൈസ് നിങ്ങളൊന്ന് പ്രത്യേകം കണ്ടോട്ടോ. അതിൻ്റെ സൈസ് കണ്ടില്ലേ, ഇതാണ് ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റാണ്. അതാണ് ഇത് കണ്ടില്ലേ, ഇതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത്രയും ബുഷായിട്ടുള്ള ഒരു 9 അടി 8 അടിയോളം പൊക്കമുള്ള നല്ല ബിഗ് സൈസ് പ്ലാന്റ്. ഇത് നമ്മൾ 1500 രൂപക്കാണ് ഈ സൈസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫിലോഡെൻഡ്രൻ്റെ സെല്ലം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ സെല്ലം കൂടുതലും നമുക്ക് ഗ്രൗണ്ട് കവർ ഹൈറ്റും അതുപോലെ തന്നെ ഒരു സെമി ഷെയ്ഡിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സെമി ഷെയ്ഡിൽ ഈ സെല്ലം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലീഫ് നന്നായിട്ട് മഞ്ഞ കളർ കയറി കരിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സെമി ഷെയ്ഡിലും അതേപോലെ തന്നെ നമുക്ക് ഒരു 80% തണലുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ ഒരു ഫിലോഡെൻഡ്രൻ സെല്ലം വെക്കാം, സെനഡ് വെക്കാം. അഥവാ നമുക്ക് ഒരു ഫെൻസിങ് പോലെ കൊടുത്തിട്ട് ബോർഡർ പോലെ നമുക്ക് ഗോൾഡൻ ബാമ്പോ അല്ലെങ്കിൽ നമുക്ക് ഈ റൈഡർ മാച്ചുറേ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഹൈറ്റുള്ള പ്ലാന്റ് കൊടുത്തിട്ട് അതിൻ്റെ ഗ്രൗണ്ട് കവറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഈ ഒരു ക്ലസ്റ്ററിലൊക്കെ കൊടുക്കുക ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള പ്ലാന്റാണ് ഈ സെല്ലമും അതേപോലെ തന്നെ ഫിലോഡെൻഡ്രൻ സെനഡും. പിന്നെ ഇങ്ങോട്ട് വന്ന ഇതാണ് നമ്മുടെ 200 രൂപയുടെ പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്രയും വലിയ സൈസുള്ള കലാത്തിയ ലൂട്ടിയുടെ സൈസാണ്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഏകദേശം ഒരു 5 അടിയോളം പൊക്കമുണ്ട്. ഇതാണ് നമ്മൾ 200 റുപ്പീസിന് ഈ കലാത്തിയ ലൂട്ടിയ നമുക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി. ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്കറിയാം. ഈ ഒരു സെക്ഷൻ ഉണ്ട്, ഇനി ഫ്രണ്ടിലുണ്ട് നമുക്ക് കാണിക്കും, ഒത്തിരി നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഇതാണ് നമ്മുടെ ഫിംഗർ പാമ്പിൻ്റെ വേരിഗേറ്റഡ്, വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഫിംഗർ പാമ്പിൻ്റെ വേരിഗേറ്റഡ്. ഫിംഗർ പാമ്പിൻ്റെ നോർമൽ കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ നഴ്സറിലും നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഇത് വളരെ റയർ
റെയറാണ് ഈ ഫിംഗർ പാമ്പിൻ്റെ വേരിഗേറ്റഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വേരിഗേറ്റഡ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 1300 രൂപ തൊട്ടിട്ട് 15-16 കവർ സൈസ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 2000 രൂപ വരുന്ന 21 കവർ സൈസിലിരിക്കുന്ന വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ജിഞ്ചർ ബാമ്പു പെൻസിൽ കോസ്റ്റസ് എന്നൊക്കെ പറഞ്ഞ ഒരു വെറൈറ്റി. ഇതൊക്കെ നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 400 രൂപക്കാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 400 റുപ്പീസിനാണ് ഈ പെൻസിൽ കോസ്റ്റസ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ വാട്ടർ ഹെലിക്കോണിയുടെ ഇത് കണ്ടില്ലേ, വലിയ സൈസ് പോട്ടിലിരിക്കുന്ന 2000 രൂപയുടെ പ്ലാന്റാണിത്. അതേപോലെ തന്നെ വാട്ടർ ഹെലിക്കോണിയുടെ 350ൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ. ഇത് നമ്മുടെ ബേഡ്സ് ഓഫ് പാരഡൈസ് സ്റ്റെർലീസിയ നിക്കോള എന്ന് പറയുന്ന വൈറ്റ് ഫ്ലവറുള്ള ഇൻഡോർ വെക്കുന്ന ബേഡ്സ് ഓഫ് പാരഡൈസ് ആണിത്. ഇത് 1000 റുപ്പീസിൻ്റെ പ്ലാന്റാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോൺസ്റ്റർ ഡെലിഷ്യോസിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്, അതായത് ഈ സൈസ് വരുന്ന 16 ഇഞ്ച് പോട്ടാണ്. ഇത് 3000 റുപ്പീസിൻ്റെ പ്ലാന്റാണ്. 16 ഇഞ്ച് പോട്ടിലിരിക്കുന്ന ബേഡ്സ് ഓഫ് പാരഡൈസിൻ്റെ അടുത്ത ബിഗ് സൈസ് വരുന്നത് ഈ ഒരു സൈസാണ്. 2500 റേഞ്ച് വരുന്ന പ്ലാന്റാണ്. ഇത് നമ്മുടെ മലേഷ്യൻ ട്രാക്കോടെ മൾട്ടി ഹെഡാണ് ഈ കാണുന്നതല്ല. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഈ 3-in-1 വരുന്നത് നമുക്ക് 2500-നാണ് ഈ 3-in-1 എന്ന് പറഞ്ഞ മലേഷ്യൻ ഡ്രാഗോ വരുന്നത്. ഇത് അതിലും കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ മൾട്ടി ഹെഡ് റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആന്തൂര്യത്തിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് എല്ലാം 300 റുപ്പീസിനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫിംഗർ പാമ്പിൻ്റെ വലുത് വേണ്ടിയവർ തീർച്ചയായിട്ടും വരിക. ഇതാണില്ലേ ഫിംഗർ പാമ്പിൻ്റെ ജംബോ സൈസ്, വലിയ സൈസുകൾ ചോദിച്ചിട്ട് ഒരുപാട് ലാൻഡ്സ്കേപ്പേഴ്സ് വരലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സൈസ്. നമുക്ക് വരുന്നത് 1800 രൂപയുടെ 21 കവർ സൈസ് ഫിംഗർ പാമ്പ് 1800 ഉണ്ട്. സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഈ ഒരു സൈസാണ്. ഇത് ഏകദേശം നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 280 റുപ്പീസിനാണ് ഫിംഗർ പാമ്പിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ടോർച്ച് ജിഞ്ചർ എന്ന് പറയുന്നത്. ടോർച്ച് ജിഞ്ചറിൽ നമുക്ക് 2 കളേഴ്സാണ് വരുന്നത്. ഒന്ന് വരുന്നത് റെഡ് കളറും അതേപോലെ തന്നെയാണ് പിങ്ക് കളറും ടോർച്ച് ജിഞ്ചറിൻ്റെ. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ടോർച്ച് ജിഞ്ചറിൻ്റെ റെഡ് ഉണ്ട്, നമുക്ക് പിങ്കും അവൈലബിളാണ്. ഈ ഒരു സൈസാണ് നമ്മൾ 400 റുപ്പീസ് 400 രൂപയുടെ പ്ലാന്റാണ് ഇത്. ടോർച്ച് ജിഞ്ചർ ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ടോർച്ച് ജിഞ്ചർ. നമുക്ക് ഫെൻസിങ് സ്ക്രീനിങ് ചെയ്യാൻ, അതേപോലെ തന്നെ നമ്മുടെ ഹെലിക്കോണിയ ഫാമിലി പെട്ട പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ടോർച്ച് ജിഞ്ചർ വളരെ റയർ കളക്ഷനാണ്. അപൂർവ നഴ്സറികളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കിട്ടുക ഈ ഒരു പ്ലാന്റ്. നമ്മൾ കുറേ അന്വേഷിച്ച് നടന്നിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. ഒരു 50-60 പ്ലാന്റ് നമുക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ടോർച്ച് ജിഞ്ചർ 400 റുപ്പീസിൻ്റെ ഒരു 3 അടി 4 അടി പൊക്കമുള്ള റെഡും ഉണ്ട് പിങ്കും ഉണ്ട്. നമുക്ക് ബോർഡറൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് നമ്മുടെ ഈ റിബൺ ഗ്രാസ് എന്ന് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, റിബൺ ഗ്രാസിൻ്റെ ഗ്രീനും ഉണ്ട് വേരിഗേറ്റഡും ഉണ്ട്. അപ്പോൾ ഇത് 6 ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് 6 ഇഞ്ച് പോട്ടിൽ വരുന്ന റിബൺ ഗ്രാസ് വേരിഗേറ്റഡ് വരുന്നത്. ഗ്രീന് വരുന്നത് നമുക്ക് 70 റുപ്പീസാണ് നമുക്ക് റേറ്റ് വരുന്നത്. നമ്മൾ വിച്ചിമെരി ഗ്രീനിൻ്റെ ഗോൾഡിൻ്റെ നമ്മൾ ബിഗ് സൈസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ 21 കവർ സൈസിലിരിക്കുന്ന ഇതാണ് വിച്ചിമെരി ഗ്രീൻ. ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ, 1350 രൂപയുടെ പ്ലാന്റാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ വിച്ചിമെരി ഗോൾഡിൻ്റെ 21 കവർ സൈസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല സൈസായ പ്ലാന്റുകളാട്ടോ. ഇത് 2500 രൂപയുടെ വലിയ സൈസ് പ്ലാന്റുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോണോകാർപ്പസ്, ഇത് നമ്മുടെ ഫെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. ഇത് നമുക്ക് വരുന്നത് 650 രൂപയാണ് കോണോകാർപ്പസിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അശോകയുടെ നമുക്ക് ഏത് സൈസ് വേണം. ഈ ഒരു പൊക്കമുള്ള പ്ലാന്റ്, ഇത് ഏകദേശം എന്നേക്കാൾ പൊക്കമുള്ള അശോകയുടെ ഒരു 7 അടി 6 അടി പൊക്കമുള്ള പ്ലാന്റുകൾ നമുക്ക് വെറും 150 രൂപക്കാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 150 റുപ്പീസിന് ഇഷ്ടംപോലെ നമ്മുടെ നഴ്സറിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മുടെ ടെർമിനേലയുടെ നേരത്തെ 5000 രൂപ കാണിച്ചു. ഇത് 8000 രൂപയുടെ ഒരു 9 അടി 10 അടി പൊക്കമുള്ള ടെർമിനേല വെരിഗേറ്റഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റുകളാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ പാമ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബിസ്മാർക്കിയ നോബിലിസ്. നമുക്ക് ലോണിൻ്റെ സെൻറ്ററിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ ബിസ്മാർക്കിയ എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല സ്പേസ് വേണ്ടിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ചെറിയ സ്ഥലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്, കാരണം നല്ല സ്പേസ് പോകും നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ. കൂടുതൽ നമുക്ക് ഈ ഓഡിറ്റോറിയം അതേപോലെ പാർക്കുകളിൽ വലിയൊരു ലോൺ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാൻ പറ്റിയ ബിസ്മാർക്കിയ നോബിലിസിൻ്റെ 25 കവർ സൈസ്. ഇത് ഏകദേശം 3500 ഒക്കെ റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളാണ്. ഇതിൻ്റെ ചെറുത് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. പിന്നെ അതേപോലെ എലഞ്ഞിയുടെ പ്ലാന്റുകളുണ്ട്, ലജസ്ട്രോമിയ ഉണ്ട്, ബോട്ടിൽ ബ്രഷ്, അങ്ങനെ തുടങ്ങി ഒത്തിരി അവന്യൂ പ്ലാന്റ്സ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ യൂജീനിയയുടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വേരിഗേറ്റഡ് വെറൈറ്റിയാണിത്. അപ്പോൾ ഇത് 15-16 കവർ സൈസിലിരിക്കുന്ന 280 രൂപ 280 റുപ്പീസിൻ്റെ പ്ലാന്റാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂക്ക സിൽവർ, ഇതും നമുക്ക് ലോണിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് 250 റുപ്പീസും വലിയ പ്ലാന്റുകൾ നമുക്ക് വരുന്നത് ഒരു 1000 റുപ്പീസിൻ്റെ 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റ്. പിന്നെ അതേപോലെ തന്നെ മുറായയുടെ അടുത്ത സൈസ് ഇതാണ് 900 രൂപയുടെ വലിയ സൈസ് വരുന്നത് മുറായ
18 കവർ സൈസാണ്. ഇത് 900 രൂപക്കാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ നേരത്തെ കാണിച്ച അശോകയുടെ 21 കവർ സൈസ്, ഇത് നമുക്ക് 1000 രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഇത് അരേക്ക ലൂട്രൻസ് നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചൊരു വെറൈറ്റിയാണ്. ഇത് ജസ്റ്റ് നമുക്ക് 350 രൂപ റേഞ്ചിലാണ് നമ്മുടെ അരേക്ക ലൂട്രൻസ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഗോൾഡൻ ബാമ്പു. ബാമ്പുവിൽ ഏറ്റവും നല്ല വെറൈറ്റി സ്ക്രീൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഇതാണ് ഗോൾഡൻ ബാമ്പു. ഇത് 900 റുപ്പീസിൻ്റെ പ്ലാന്റാണ്. ഈ കാണുന്നത് കവർ സൈസ് വരുന്നത് 15, 16. പിന്നെ അതേപോലെ തന്നെ ഇത് വെരിഗേറ്റഡ് ബാമ്പു ഉണ്ട്. പെയിൻറ്റിങ് ബാമ്പു. പെയിൻറ്റിങ് ബാമ്പുവിൻ്റെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 850 രൂപ. ഇത് 1500 രൂപ റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളാണ്. പിന്നെ അതേപോലെ ബുദ്ധ ബാമ്പു ഉണ്ട്. പിന്നെ അതേപോലെ കെൻഡിയ പാമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെൻസിങ്ങിൽ പോകുന്ന ഒരു പ്ലാന്റാണ് ഈ കെൻഡിയ പാമ്പ്. ഇതാണ് ഒരു പുതിയ വെറൈറ്റി ബാമ്പാണ്, തായ്ലൻഡ് ഗോൾഡൻ ബാമ്പു എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലീഫിന് വളരെ തിന്നായിട്ടുള്ള പെൻസിൽ പോലെ ഇരിക്കും ഇതിൻ്റെ ലീഫ്. നല്ല ബഞ്ചായിട്ട് ഒരു നമുക്കൊരു ഫോറസ്റ്റ് പോലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ തായ്ലൻഡ് ഗോൾഡൻ ബാമ്പു എന്ന് പറഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ നിങ്ങൾക്ക് കളറുണ്ടാവും, ഈ പുളിയുടെ ഇല പോലെ ഇരിക്കുന്നത്. ഇത് പുളിമരമല്ല, കണ്ടിട്ട് അതായത് വിചാരിക്കേണ്ട. ഇത് നമ്മുടെ DVDV എന്ന് പറഞ്ഞ തണൽ മരങ്ങൾ പണ്ട് കോളേജുകളുടെയൊക്കെ ഷെയ്ഡിൽ വെക്കുന്ന പ്ലാന്റുകളാണിത്, DVDV. പിന്നെ ഇത് ബ്ലാക്ക് ബാമ്പു. ഇതൊക്കെ വരുന്നത് 1500 റേഞ്ച് വരുന്ന ബ്ലാക്ക് ബാമ്പു ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോക്സ് ടെയിൽ പാമ്പിൻ്റെ 21 കവർ സൈസ്, നേരത്തെ നമ്മൾ ബിഗ് സൈസ് കാണിച്ചു, അതിൻ്റെ 21 കവർ സൈസ് 1350-ൻ്റെ ഒരു 10-12 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. നമ്മുടെ പെയിൻറ്റിങ് ബാമ്പുവിൻ്റെ ബേസിക് പ്ലാന്റ് വരുന്നത് നമുക്ക് ഇതാണ്. ഇത് 18 കവർ സൈസാണ്. ഒരു 4 അടി പൊക്കമുള്ള 850 രൂപയുടെ പെയിൻറ്റിങ് ബാമ്പാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഡിസ്മോഡിയം നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവന്യൂ പ്ലാന്റ് ആണ്, തണൽ ട്രീ ആണ്. അപ്പോൾ ഇത് ലോഡ് വന്നിട്ടുള്ളൂ, അതാണ് ഇപ്പോൾ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഇനി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നത് വലിയ പ്ലാന്റുകൾ 2000 രൂപയുടെ പ്ലാന്റാണ്. 21 കവർ സൈസ് 10-12 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകൾ. പെയിൻറ്റിംഗ് ബാമ്പിൻ്റെ അടുത്ത സൈസ് വരുന്നത് 14 ഇഞ്ച് ബോട്ടിലിരിക്കുന്ന 2000 റുപ്പീസ് വരുന്ന പ്ലാന്റ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഡിസ്മോഡിയത്തിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് 150 രൂപയുടെ ഒരു 4 അടി പൊക്കമുള്ള പ്ലാന്റുകൾ. ഇതൊക്കെ 150 രൂപയുടെ പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ റൂസിയ ഗ്ലോസിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വയലറ്റ് കളർ ഫ്ലവർ വരുന്ന നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റിയ യുജീനിയൊക്കെ പോലുള്ള ഒരു പ്ലാന്റാണ് റൂസിയ ഗ്ലോസിയ എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ബെഞ്ചമിന ഫൈക്കസ്. നമ്മൾ ഈ ബെഞ്ചമിന ഫൈക്കസിൻ്റെ 30 കവർ സൈസ് അവിടെ കാണിച്ചു. ഇത് 21 കവർ സൈസ്. ഇത് 1000 രൂപയുടെ പ്ലാന്റാണ്. നല്ല ഗ്രോത്ത് ആയിട്ടുള്ള 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണിത്. അരേക്ക പാമ്പിൻ്റെ വലിയ സൈസ് പ്ലാന്റുകൾ. അതേപോലെ തന്നെ ഇത് നമ്മുടെ ബുദ്ധ ബാമ്പു. പിന്നെ അതേപോലെ പ്ലൂമേരിയയുടെ 21 1350 റേഞ്ച് വരുന്ന പ്ലാന്റുകൾ. പെൻസിൽ ബാമ്പു 400 രൂപയുടെ പ്ലാന്റ്സുകൾ. പിന്നെ നമ്മുടെ ഇതെല്ലാം അവന്യൂ പ്ലാന്റ്സ് ആണ്. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ആൽമണ്ട് ഉണ്ട്. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള തബൂബിയ റോസിയ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അവന്യൂ പ്ലാന്റ് ആണിത്, തബൂബിയ റോസിയ. അതേപോലെ തന്നെ നമ്മുടെ ജക്കറാണ്ടൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മളിൽ. പിന്നെ തുടങ്ങി ഇതൊക്കെ ഫോക്സ് ടെയിൽ നമ്മൾ നേരത്തെ കാണിച്ചു. കാഷ്യ ജവാനിക്ക ഉണ്ട്. പിന്നെ കെൻഡിയ പാമ്പിൻ്റെ 21 കവർ സൈസ് 1350-ൻ്റെ വലിയ പ്ലാന്റുകൾ. അപ്പോൾ നമ്മുടെ അവന്യൂ പ്ലാന്റ്സിന് ഒരുപാട് ആവശ്യക്കാരാണ്. കാരണം എന്താ വെച്ചാൽ നല്ല തണൽ മരങ്ങൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വിരിയുന്ന പ്ലാന്റ്സുകൾ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഏത് അവന്യൂ പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിയ ഗാർഡനിലോട്ട് വരാം. നമ്മളതിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവന്യൂ പ്ലാന്റ്സിൻ്റെ. ഇത് നമ്മുടെ പൊങ്കാമിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ കാണുന്ന 21 കവർ സൈസ് പൊങ്കാമിയ 2000 റുപ്പീസ് വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പിസോണിയ ആൽബ, ഇതും ഇതാണ് തണൽ മരങ്ങളാണ്, അവന്യൂ പ്ലാന്റ്സ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെൽട്ടോഫോറം ഉണ്ട്. ഈ കാണുന്നതാണ് പെൽട്ടോഫോറം ടെറോകാർപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. പിന്നെ അതേപോലെ നമ്മുടെ തബൂബിയ റോസിയുടെ ബിഗ് സൈസ് പ്ലാന്റുകളുണ്ട്. പിന്നെ നമ്മുടെ ഫിലീഷ്യം ഡെസിപ്പിൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫിലീഷ്യം ഡെസിപ്പിന്. അതേപോലെ തന്നെ കാഷ്യ ജവാനിക്കയുടെ 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളുണ്ട്. പിന്നെ നമ്മുടെ ടെർമിനേലിയുടെ ഗ്രീനിൻ്റെ, ഇതാണ് നമ്മൾ പറഞ്ഞ 500 രൂപയുടെ പ്ലാന്റ്. ഇത് കണ്ടില്ല, ഇത്രയും വലിയ പ്ലാന്റാണ് ടെർമിനേലിയ ഗ്രീനിൻ്റെ 500 രൂപയുടെ പ്ലാന്റ്. അതന്നെ അതിൻ്റെ വലുത് 21 കവർ 1000 രൂപയുടെ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ മില്ലിംഗ് ടോണിയ എന്ന് പറഞ്ഞ അവന്യൂ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതാണ് മില്ലിംഗ് ടോണിയ. പിന്നെ അതേപോലെ തന്നെ ലജസ്ട്രോമിയുടെ 25 കവർ സൈസ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലവരും ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ജക്കറാണ്ട മിമോസോഫോളിയ. അപ്പോൾ തീർച്ചയായിട്ടും അഭിയ ഗാർഡനിലെ പ്ലാന്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സൗദിയിൽ ഇന്ന് വളരെ ട്രെൻഡായിട്ടുള്ള
നമ്മുടെ ബ്ലൂ കളറിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ജക്കറാണ്ട എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൂന്നാറൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. വളരെ ട്രെൻഡായിട്ടുള്ള, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ഫ്ലവറിങ് അവന്യൂ പ്ലാന്റ്സ് ആണ് ഈ ജക്കറാണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജക്കറാണ്ടയുടെ സ്റ്റാർട്ടിങ് പ്ലാന്റ് വരുന്നത്. ഇത് 21 കവർ സൈസ് വരുന്ന പ്ലാന്റുകളാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇതിൽ കാണിക്കുക. ഇത് ഏകദേശം ഫ്ലവർ ആവാനും 5 ഇയേഴ്സാണ് സമയം പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഹൈ റേഞ്ചിലാണെങ്കിൽ ഏകദേശം ഒരു 3 വർഷം കൊണ്ട് ഫ്ലവർ ആവും. വളരെ മനോഹരമായിട്ടുള്ള, തീർച്ചയായിട്ടും ഒരു പ്ലാന്റ്, ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു ജക്കറാണ്ട നിങ്ങൾ കൊണ്ടുപോയി വെക്കുക. ഇതാണ് നമ്മുടെ ജക്കറാണ്ടയുടെ പ്ലാന്റ്. ബ്ലൂ ജക്കറാണ്ടയാണ്. 3500 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കണില്ല, കാരണം ഒരുപാട് പ്ലാൻസ് ഇനിയും കാണിക്കേണ്ടിയുണ്ട്. പക്ഷേ നിങ്ങളെ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് പ്ലാൻസ് നിങ്ങൾക്ക് അബിയ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിസ്റ്റ് ഇട്ടെന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൊട്ടേഷൻ അയച്ചു തരാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ലാൻഡ്സ്കേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മെക്സിക്കൻ ഗ്രാസ്, അതേപോലെ തന്നെ പേൾ ഗ്രാസ്, നാച്ചുറൽ സ്റ്റോൺസ്, കോബിൾ സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോൺ, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് നമ്മുടെ സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റുകളൊന്ന് കാണാം. വലിയ വലിയ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളൊരു ചെറിയ ഏരിയ ആണെങ്കിൽ കൂടെ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചെയ്യാൻ പറ്റുന്ന ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ 3D ഡിസൈൻ അടക്കം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, നമുക്ക് ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ 1000 മുതൽ 5000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ 10% എല്ലാ പ്ലാൻസിലും നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ട്. കൂടാതെ 5000-ൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ 15% നമുക്ക് അബിയ ഗാർഡനിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. മാക്സിമം വരിക ഈ ഒരു തിരുവോണം വരെയാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.